ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്ത എള്ള് ചേർത്തിട്ടുള്ള ഒരു ചിക്കനാണ്. ഇത് സ്റ്റാർട്ടറായിട്ടും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ഒരു ഡിഷാട്ടോ. ഇത് നല്ല സ്പൈസിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 1 കപ്പ് ബോൺലെസ് ചിക്കൻ. ഇത് 2 ബ്രസ്റ്റ് പീസാണ്. ഇതിനെ ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഇതിന് ഒരു കോട്ടിംഗ് ഉണ്ടാക്കണം. അതിനായിട്ട് 1 മുട്ടയുടെ വെള്ള, ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ സോയ സോസ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/4 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് മൈദയും കോൺഫ്ലോറും പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിത് കുഴച്ച് നോക്കിയിട്ട് വേണം എത്ര മൈദ കോൺഫ്ലോർ എന്നുള്ളത് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറമേ മൈദയും കോൺഫ്ലോറും കൂടെ കോട്ട് ചെയ്ത് വരണം. ആ രീതിയിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇട്ട് നോക്കാൻ. കുറച്ച് ഇട്ടിട്ട് ഇത് കോട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കും. ഇനി ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് വറുത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും എണ്ണ ഒഴിക്കേണ്ട. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മൂക്കത്തില്ല. ചിക്കൻ ഇട്ടതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം മീഡിയം ആക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുപോലെ ചിക്കൻ വേഗത്തുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂക്കെ വറുത്തെടുക്കണം. ചിക്കൻ മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത് കണക്ക് എല്ലാ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ചിക്കനെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇതിനെ ഒന്നും കൂടെ ഡബിൾ ഫ്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചിക്കൻ പീസസ് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇത് തണുത്തതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ ചൂടായി കിടക്കുക. അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ടതിന് ശേഷം ഒരുപാട് നേരം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാകണം. അതിന് ശേഷം നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മളിപ്പോൾ വറുത്ത ആ സെയിം എണ്ണ തന്നെയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണൊക്കെ കാണും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞത്. ഇത് ഒരു 1/2 കപ്പുണ്ട്. ഒരുപാട് ബ്രൗൺ നിറമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പച്ചമുളക് ചേർക്കുമ്പോൾ എരിവിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ക്യാപ്സിക്കം 1/2 കപ്പ്, അതും ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ടൊമാറ്റോ പ്യൂരി, ഒരു വലിയ തക്കാളി അരച്ചെടുത്തതിന് ശേഷം 3/4 കപ്പുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലേക്ക്
തക്കാളിയുടെ പുറം ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സ്കിന്ന് ഇളകി തുടങ്ങി. ആ സ്കിന്ന് റിമൂവ് ചെയ്ത ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്താൽ കേട്ടോ. അത് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ കലക്കി വെച്ചത് അത് ഒഴിക്കാം. അത് ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഗ്രേവി തിക്കാകാൻ തുടങ്ങും. ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ, ഇതെല്ലാം കൂടെ നന്നായിട്ട് പെരണ്ട് വരണം. ഇനി ഇതിലേക്ക് സോസുകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. സോസൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എള്ള് ചേർത്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പിന്നെ സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാട്ടോ. ഇത് നല്ല സ്പൈസിയാണിത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.